എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സ്വീകരണ ചടങ്ങിൽ എന്നെയും എൻ്റെ സുഹൃത്തായ വി മുരളീധരനും ബി ഗോകുമാർജിയും രാജേഷിനും ആശയനും വിളിച്ചതിന് എല്ലാവർക്കും ഹൃദയത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആദ്യം മുതൽ ഈ ഇലക്ഷൻ 2026 ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷൻ ആവും എന്ന് പറഞ്ഞതായിരുന്നു. ഈ ഇലക്ഷൻ 3 BJP MLA ജനങ്ങൾ തിരഞ്ഞെടുത്തു. അത് മാത്രമല്ല, വലിയൊരു സന്ദേശം കൂട്ടും താക്കോലും ആരുടെ കയ്യിലാണെന്ന് ജനങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തു. പാർട്ടി BJP എന്ന പാർട്ടി ഞങ്ങൾ പവർ പോളിറ്റിക്സ് ചെയ്യാനോ ഒരു പദവിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത്. നാടിനെ നന്നാക്കാനും നാട്ടുകാരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ. അപ്പോൾ ഞങ്ങൾ മാറാത്തത് ഇനി മാറും എന്ന് പറഞ്ഞപ്പോൾ ആ മാറ്റം ആണ് ഈ ഇലക്ഷനിൽ ജനങ്ങൾ ഒരു കൊടുങ്കാറ്റ്, ഒരു കാറ്റായിട്ട് അവതരിപ്പിച്ചത്. ഒരു മാറ്റം. ആ മാറ്റം ഈ 3 MLA അസംബ്ലിയിൽ 2-3 ദിവസം ആയി കാണിച്ചു കൊടുക്കുന്ന കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10 കൊല്ലം ഇവിടെ CPM ഭരിച്ചപ്പോൾ എന്തെല്ലാം നടന്നു. ശബരിമല കൊള്ള, നമ്മളുടെ ഇക്കോണമിനെ തകർത്തിയ ഒരു അവസ്ഥ. ഭരിക്കുന്ന CPM, മൗനം പാലിക്കുന്നത് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്. ഒന്നും പറയാൻ ഉണ്ടായിരുന്നില്ല, ഒന്നും പറഞ്ഞതുമില്ല. ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥിതി ഇന്ന് അസംബ്ലിയിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡർ ഇന്ന് കൃത്യമായി പറഞ്ഞു, ഇത് കഴിഞ്ഞ 10 കൊല്ലം ഒരു ഫിക്സ്ഡ് മാച്ച് ആയിരുന്നു. ഇവിടുന്ന് പറയാ ഇവരൊന്നും ചെയ്യില്ല, ഇവര് പറയാ മറ്റൊരും ചെയ്യില്ല. പക്ഷേ ഒരു വലിയ മാറ്റം മിഞ്ഞാന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണം മുതിർന്ന എക്സ് ചീഫ് മിനിസ്റ്റർ നമ്മുടെ പിണറായി വിജയൻ സാറ് നരേന്ദ്രമോദിജിനെ കുറിച്ച് ഒരു നുണ പറയാൻ തുടങ്ങിയപ്പോൾ അവിടെ എണീറ്റ് നിന്ന് ഒരു BJP MLA പറഞ്ഞു, ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇതാണ് മാറ്റം. അതുപോലെ തന്നെ ഇന്ന് CPM-ന്റെ ഒരു MLA വന്ദേ മാതരത്തിനെ കുറിച്ച് അതൊരു വർഗീയവാദി പാട്ടാണ്, ഒരു സ്റ്റാൻസ മാത്രം പാടാൻ കഴിയുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ MLA ഗോകുമാർജിയും പിന്നെ മുരളിയേട്ടനും 2 പേരും പറഞ്ഞു, ഇതിനെ സംരക്ഷിക്കാൻ BJP-ന്റെ MLA ഉണ്ട്, വന്ദേ മാതരത്തിന് സംരക്ഷിക്കാൻ BJP-ന്റെ MLA അസംബ്ലിയിലുണ്ട്. അപ്പോൾ വന്ദേ മാതരത്തിന് സംരക്ഷിക്കാൻ, നമ്മുടെ നാടിന്റെ ഭാവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ, നമ്മൾ കുട്ടികളുടെ ഭാവിനെ കുറിച്ച് ചർച്ച ചെയ്ത് സർക്കാർ അവരുടെ നീതിയും നിയമങ്ങളെല്ലാം പാലിക്കണം. ഇതിനെല്ലാം ഇനി 10 കൊല്ലം ആരും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ BJP-ന്റെ MLA 3 പേരുണ്ട് എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അവിടെ നന്നായി പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. എനിക്ക് ഒരു സംശയമില്ല. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ നരേന്ദ്രമോദിജി 2014 വന്ന് ഉടനെ പറഞ്ഞ കാര്യമാണ്, രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാൻ BJP പ്രവർത്തിക്കും. BJP-ന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇത് പിടിക്കുക, മറ്റേ പതിവ് പിടിക്കുകയല്ല. രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരും, രാഷ്ട്രീയ ചർച്ചയിൽ ഒരു മാറ്റം കൊണ്ടുവരും, രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും. അതിന്റെ ഒരു നല്ല തെളിവാണ് മുഖ്യമന്ത്രി VD സതീശന്റെ ഒരു കാഴ്ചപ്പാട് ഗവർണർ മുമ്പോട്ട് വെക്കുമ്പോൾ നമ്മളുടെ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് ഒരു പുതിയ പേരും കൊടുത്ത് പുതുയോഗ കേരളം എന്ന് അവർ പറയുന്നു. ഓരോരോ കാലം അഴിമതി രഹിത ഭരണം എന്ന് മുമ്പോട്ട് വെക്കുമ്പോൾ, ട്രാൻസ്പെറൻസി എന്ന കാര്യം മുമ്പോട്ട് വെക്കുമ്പോൾ, ഇതെല്ലാം ആരാണ് ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നത്? നരേന്ദ്രമോദിജിയും BJP. പക്ഷെ എനിക്കൊരു സംശയമില്ല,
ഇന്ന് ഗോപവർജി പറഞ്ഞ പോലെ നിങ്ങൾ ഓരോന്ന് പറയുന്നു, പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, താല്പര്യമില്ല എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. പക്ഷേ അസംബ്ലിയിൽ ഞങ്ങൾ അടുത്ത 5 കൊല്ലം നിങ്ങളെ എക്സ്പോസ് ചെയ്യും എന്ന് ഞാൻ ഇന്ന് ഒരു വാഗ്ദാനം നിങ്ങൾ മുമ്പിൽ തരുന്നു. ഞാൻ അവസാനം, ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്ന വ്യക്തിയല്ല, എന്നാലും BMSന്റെ പിന്തുണയും BMSന്റെ സഹായം അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. 2024 ഞാൻ ലോക്സഭ മത്സരത്തിൽ ഞാൻ ഒരു പുതിയ വ്യക്തി, ആരും അറിയാത്തൊരു വ്യക്തിയായിട്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ സ്നേഹവും പിന്തുണയും BMS ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോ നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ ഈ 3 സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചത്, നിങ്ങൾ ജയിപ്പിച്ചത്, അതിനു വേണ്ടി ഞാൻ വളരെ നന്ദി പറയുന്നു, ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. BMSന് വേണ്ടി ഞങ്ങൾ ഉണ്ടാവും, അസംബ്ലിയിൽ ഉണ്ടാവും, എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടാവും, അത് പ്രവർത്തിക്കുമെന്ന് ഞാൻ പറഞ്ഞു വാക്കു ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി. ഭാരത് മാതാ കി, ഭാരത് മാതാ കി.